ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിൽ ഈ ലോകത്തെ സംരക്ഷിക്കുന്ന പാർവതീദേവിയും ഭഗവാൻ മഹാദേവനും ആനന്ദ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ദേവിയുടെ മൂക്കുത്തി അറിയാതെ ഭൂമിയിലേക്ക് പതിച്ചു. മൂക്കുത്തി പതിച്ച ഭാഗം പവിത്രമായി. അബദ്ധവശാൽ വീണ മൂക്കുത്തിയെടുത്ത് വീണ്ടും ദേവി ധരിച്ചു. മൂക്കുത്തി പതിച്ച സ്ഥലം തൻ്റെ വാസസ്ഥലമായി കരുതി ദേവി അവിടെ കുടിയിരുന്നു. മൂക്കുത്തി അമ്മൻ എന്ന നാമവും സ്വീകരിച്ചു. ആ മൂക്കുത്തി ഏറ്റവും ശക്തിമത്തായതാണ്. സൃഷ്ടിക്കാനും സംഹരിക്കാനും ശക്തിയുള്ള ആ മൂക്കുത്തി ദുഷ്ടശക്തികളുടെ കൈകളിൽ എത്താതിരിക്കാൻ, അത് സംരക്ഷിക്കാനുള്ള ശക്തി പവിത്രമായ ഇലകൾക്കമ്മ പകർന്നു കൊടുത്തു. ആ ഇലകൾക്ക് പകർന്നു കിട്ടിയ ശക്തി കാരണം പരമ്പരയായി ഈ പവിത്രമായ മൂക്കുത്തി സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ അതേസമയം അത് അപഹരിക്കാൻ ശ്രമിക്കുന്നു ഒരു ദുഷ്ടശക്തി. ആ മൂക്കുത്തി എന്നിൽ വന്നു ചേരും. അതെന്നിലേക്ക് എത്തുമ്പോൾ ഈ 14 ഉലകങ്ങൾക്കും ഞാൻ അധിപതിയാകും. ഇവൻ ഭൈരവൻ, കാലഭൈരവൻ. 16,000 വർഷങ്ങളെടുത്തേക്കാം. അതുവരെ കാത്തിരിക്കും ഞാൻ, കാത്തിരിക്കും. നിർമ്മലേ, നമ്മുടെ വാസുവിന് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അതെയോ? 2 ആഴ്ചയായിട്ട് ഒരു വിവരം ഇല്ലെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നമ്മുടെ മോന് സുഖല്ലേ? ഞാൻ അയച്ച മാങ്ങാച്ചാറ് കിട്ടിക്കാണോ? നീ നിന്റെ ഒരു മാങ്ങാച്ചാർ ഒന്ന് പോയേ. വെറുതെ അല്ല അവനെ 2 ആഴ്ചയായിട്ട് വിളിച്ചിട്ട് കിട്ടാഞ്ഞെ. അതെന്താ അങ്ങനെ? അവൻ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോയേക്കായിരുന്നു. പിന്നൊരു കാര്യം, അവന്റെ ഫ്രണ്ട് ഒരാള് മൂക്കുത്തിയമ്മനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന്. താമസിക്കാൻ നമ്മുടെ വീട്ടിൽ സൗകര്യം കൊടുത്താ കൊള്ളാന്നാ പറയുന്നേ. നമ്മുടെ വീട്ടിലോ? നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവൻ പ്യുവർ വെജിറ്റേറിയനാ. ഓ, അപ്പൊ കുഴപ്പമില്ല. അയാളുടെ പേരെന്താ? ജോൺ. ജോൺ? അമേരിക്കക്കാരനാ? ജോൺ മെക്കൻസി. നന്ദി. മിസ്റ്റർ ജോൺ മെക്കൻസി, ഐ എം വിശ്വനാഥ്, വാസുസ് ഫാദർ. എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ആം ഗുഡ്. വെൽക്കം ടു ഇന്ത്യ. നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഇവിടെ. ഹൗസ് യുവർ ജേർണി? ഓക്കേ, വേഗം കേറി വാ. നിർമ്മല. ഓ വാവ്, നിങ്ങളുടെ വീട് കാണാനുള്ള ഭംഗിയുണ്ട്. താങ്ക് യു. മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ. എനിക്ക് നന്നായിട്ട് അറിയാം. നിർമ്മല, ഇതിന്റെ വൈഫ് നിർമ്മല.
നമസ്കാരം. നമസ്കാരം. വാസുവിന് സുഖല്ലേ? നന്നായിരിക്കുന്നു. ആഹാ. മാങ്ങാച്ചാർ കുറച്ചുകൂടി കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അവനത് അത്രയ്ക്ക് ഇഷ്ടായോ? നോ, അത് മുഴുവൻ ഞാനാ കഴിച്ചത്. ഇവൻ തന്നെയാ ഫുള്ള് അല്ല, കഴിച്ചത്. ജിജോ ഇവിടെ. ജിജോ, ജിജോ, എടാ ജിജോ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. അയ്യോ മോനെ, പതുക്കെ പതുക്കെ സൂക്ഷിച്ച് വാ. ചേട്ടനോട് ഹലോ പറഞ്ഞേ. Hi, I'm Jijo, Vasu's brother. Can you say she sells seashells at the seashore? യെസ് ഐ ക്യാൻ, ബട്ട് നീ ഇത് പറയ്. ബാംഗ്ലൂർ ബ്രാഹ്മിൻ ബേക്കറി ബ്രെഡ് ആൻഡ് ബട്ടർ ബ്യൂട്ടിഫുൾ ബിഗ് ബൺസ് ആൻഡ് ബിസ്ക്കറ്റ്സ്. എന്താന്ന് ബാംഗ്ലൂർ ബ്രെഡ് ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? വരുന്ന വഴിക്ക് ഒരു ബോർഡിൽ കണ്ടതാ. ഓ, ഓ ആണല്ലേ. അതെയോ? വാ, വാ, വരൂ, വാ. അകത്തേക്ക് വാ, പോ. വാ. വാ. കേറി വാ. ആ അമ്മാവാ, ഇതാണ് ജോൺ മെക്കൻസി. ഹീസ് മൈ ഫാദർ ഇൻ ലോ മിസ്റ്റർ സുന്ദരേശൻ. നൈസ് ടു മീറ്റ് യു. മലയാളം അടിപൊളിയായിട്ട് പറയും. നിങ്ങളെ എവിടെയും കണ്ടിട്ടുണ്ട്? ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ആൽഫ്രഡ് ഹിച്ച്കോക്ക്. യെസ്, അമേസിംഗ്. അതെ അതെ, അയാളെ പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. വാ വാ, കേറി വാ. Crazy. Oh, ഹലോ. hello. Hi, I'm Vani. വാസുവിന്റെ സിസ്റ്റർ. ഞാൻ ജോൺ. നിങ്ങൾ നന്നായിട്ട് മലയാളം പറയുന്ന അച്ഛൻ പറഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇപ്പൊ പിറ്റ്സ്ബർഗിലാ. ഇവിടെ ഇപ്പൊ ഗുഡ് നൈറ്റാ. ഗുഡ് നൈറ്റ് ദെൻ. ഗുഡ് നൈറ്റ്. ടേക്ക് റെസ്റ്റ്. ചമ്മന്തിക്ക് നല്ല എരിവുണ്ട്, സൂക്ഷിച്ചു കഴിക്കണേ. ആദ്യം ടേസ്റ്റ് നോക്കട്ടെ, അതിനു മുമ്പ് എരി ആ, വേണമെന്നൊക്കെ നിക്ക് പറഞ്ഞ് നിക്ക് ചുമ്മാ മിസ്റ്റർ ജോൺ. പേടിപ്പിക്കല്ലേ. ദേ, നിങ്ങൾക്കായി ഞാൻ സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് അത് കഴിച്ചാ മതി. ഇതിന്റെ പേര് ഇതിന്റെ പേര് അതിരസം. ആ, അത് തന്നെ. അതെ, അതിരസം. അതൊരു ആ ഇംഗ്ലീഷിൽ അതിന്റെ പേര് അത് ഇംഗ്ലീഷിൽ എന്തെന്ന് ഇപ്പോ പറയാ. നിനക്കറിയൂടെ? അതൊരു രസം. ജോൺ, നിങ്ങൾ എന്തോ റിസർച്ച് ചെയ്യാൻ പോവാന്ന് വാസു പറഞ്ഞിരുന്നല്ലോ. എന്ത് റിസർച്ചാ? മൂക്കുറ്റി അമ്മൻ ടെമ്പിൾ. അതിനോട് റിസർച്ച് ചെയ്യാൻ മാത്രം എന്താ ഉള്ളത്? ഇറ്റ്സ് എ ഗോഡ് ഫോർ സെക്കൻഡ് പ്ലേസ്. ഞാൻ ഇന്ത്യൻ ഫോക്ലോയെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ടെമ്പിൾസിനെ കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നിറച്ച് അതിശയത്തെ കുറിച്ച് പഠിച്ചിരുന്നു ഞാൻ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? കാര്യമായിട്ടൊന്നും അറിയില്ല. റിയലി? ജോൺ, ഞങ്ങളെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. യാ. യാ, ഓക്കെ. അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇല്ലേ, അത് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ? യാ, ഇറ്റ്സ് ഫ്രഞ്ച്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരെന്താ? അതാ, ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെ. ഇറ്റ്സ് ട്രൂ. ഇറ്റ്സ് ട്രൂ. അതൊരു രസം, നല്ല രസമുണ്ടല്ലോ. താങ്ക് യു ജോൺ. അപ്പൊ ക്ഷേത്രത്തിലേക്ക് എപ്പോഴാ പോകുന്നേ? കഴിച്ചതിന് ശേഷം. ആ. ഓർത്തു തുടങ്ങി എന്റെ കാർ എടുത്തോണ്ട് പോക്കോട്ടോ. അത് വേണ, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. ഓട്ടോയിലോ? യാ. അവന്മാരി നാണുമൊത്തം വെറുതെ കറക്കോ? എനിക്കതാണ് ഇഷ്ടം. ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി കാണാലോ. എന്നാ ചുറ്റിക്കോ ചുറ്റിക്കോ.